തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്ത്. 272 പൗരപ്രമുഖരുടേതാണ് കത്ത്. 16 ജഡ്ജിമാർ, 14 അംബാസിഡർമാർ, 123 വിരമിച്ച ഉദ്യോഗസ്ഥർ, 133 വിരമിച്ച സൈനികർ അടക്കമാണ് കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. രാഹുലിന്റെ വിമർശനം ശരിയല്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുമാണ് കത്തിലുള്ളത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എന്താണ് കത്തിൽ ഉള്ളടക്കം? രാഹുൽ ഗാന്ധി നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്രമിക്കാൻ, പ്രത്യേകിച്ച് ഹൈഡ്രജൻ ബോംബ് അടക്കമുള്ള അത്തരത്തിൽ വെളിപ്പെടുത്തൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങളും വെളിപ്പെടുത്തൽ പുറത്തേക്ക് വിടുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിമർശിച്ചുകൊണ്ട് ഒരു പൗരപ്രമുഖരുടെ കത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മൊത്തം 272 പ്രമുഖരാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശരിയല്ല എന്നും ഈ കത്തിൽ വ്യക്തമാകുന്നു. ചില വിമർശനങ്ങളും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സുപ്രീം കോടതിയെ അപമാനിച്ചു, സേനയെ അപമാനിച്ചു, പാർലമെന്റിനെ മോശമായി ചിത്രീകരിച്ചു. അതിനെല്ലാം ശേഷം ഇപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായും 16 ജഡ്ജിമാരുണ്ട്, 14 അംബാസിഡർമാരുണ്ട്, 123 വിരമിച്ച ഉദ്യോഗസ്ഥർ. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതാണെങ്കിലും BJPയുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളാണ് ഈ കത്തിന് പിന്നിൽ എന്നാണ് കോൺഗ്രസ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. ശരി, രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഇപ്പോൾ തുറന്ന കത്ത് വന്നിരിക്കുന്നത്.